പോലീസുകാർ കണ്ടാ തിരിച്ചറിയില്ലല്ലോ. പഴയ കാലായിരുന്നപ്പോ പോലീസുകാർക്ക് എന്നോടൊക്കെ എന്തൊരു പെർഫെക്റ്റ് ആയിരുന്നു. പെർഫെക്റ്റ് അല്ല നീർക്കോലി, റെസ്പെക്ട്. അതങ്ങ് ബാങ്കിൽ ചെല്ലുമ്പോ പറഞ്ഞാ മതി. ഇവിടെ ഞങ്ങൾ പറയുന്നതാ ശരി. നിങ്ങളുടെ ആ പഠിപ്പിക്കലൊന്നും വേണ്ട. അങ്ങനെ പെർഫെക്റ്റ് ആയിരുന്നു. എന്താ കാര്യം? വൈകുന്നതിന് മുമ്പ് ഞാനൊരു പേഴ്സെങ്കിലും അടിച്ചു മാറ്റി ഞാൻ അവർക്ക് അന്തി ഊറ്റാനുള്ള വകുപ്പുണ്ടാക്കി കൊടുക്കും. എല്ലാം കൊള്ളാം. പക്ഷെ തൊപ്പി തലയെ കയറിയ പിന്നെ അവരെ സ്നേഹിക്കാൻ കൊള്ളില്ല. എന്തേ? അന്ന് ജീപ്പി കയറ്റി കൊണ്ടുപോയി ഇറക്കി വിട്ടത് എത്ര കിലോമീറ്റർ അകലെയാണെന്നറിയോ? ഇനി ടൗണിൽ കണ്ട കയ്യും കാലും അടിച്ചൊടിച്ചു കളയുന്ന ഒരു ഓർഡർ. ഓർഡർ അല്ല, ആർഡർ. ആർഡർ. ശരി, സമ്മതിച്ചു. നിങ്ങളൊക്കെ സ്വതന്ത്രമായിട്ട് കറങ്ങണ കണ്ടപ്പോ കൊതി തോന്നിയതുകൊണ്ടാ ഞാനും ആ മാളത്തിൽ നിന്ന് തന്നോടൊപ്പം പുറത്തിറങ്ങാമെന്ന് കരുതിയേ. ഹര ഹരോ ഹര, ഹര ഹരോ ഹര. സ്വാമി, സ്വാമി, സ്വാമി അനുഗ്രഹം തരണം സ്വാമി. സ്വാമി ഹര ഹരോ ഹര, ഹരോ 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 ഹര. അനുഗ്രഹിച്ചിരിക്കുന്നു. ഇങ്ങോട്ട് ഹര ഹരോ ഹര, ഹര ഹരോ ഹര. മുരുകാ പളനിയാണ്ടവ വടിവേല, അടിയനെ ഇങ്ങനെ പരീക്ഷിക്കരുത്. എന്നെയും പരീക്ഷിക്കരുത്. അടിയൻ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മന്നിച്ചിടുങ്കോ. മന്നിച്ചു. അടിയനെ ഇങ്ങനെ ഒഴിച്ചു നിർത്താൻ സ്വാമിക്ക് തോന്നിയതെന്തേ? തന്നെ എല്ലാവരും അവഗണിക്കുന്നുണ്ട് തോന്നിയതാവും. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടതുപോലെ. കേട്ടതാവും. എന്താ സ്വാമിയുടെ ഉദ്ദേശം? എന്നാ സ്വാമി മടങ്ങി വരുന്നത്? പറയണം, വിശദമായിട്ട് പറയണം സ്വാമി. സ്വാമി, സ്വാമി പറയാത്തതെന്തേ? സ്വാമി, സ്വാമി, സ്വാമി ഹര ഹരോ ഹര. ഇടവലഗ്നം 4 ഗുളികനെങ്കിൽ നടുമുറ്റത്ത് പട്ട എന്ന് വെച്ചാൽ തെക്ക് വശത്ത് പട്ടട. മാത്രോ അയാളുടെ കുട്ടിയുടെ ജാതകവിധി പ്രകാരവും ഇത് സംഭവിക്കാം. രാഹുർ ദശയിൽ അഷ്ടമാധിപനായ സൂര്യന്റെ അപഹാരം പിതൃക്രിയ ചെയ്യാനുള്ള യോഗാണേ. പക്ഷേ ഡെഡ് ബോഡി ഇതുവരെ വ്യാഴം വക്രത്തിലല്ലേ, അതങ്ങട് വ്യക്തമാവണില്ല. പക്ഷേ വൃത്തി ഉറപ്പിക്കാം. 4ാമിടത്ത് നിൽക്കുന്ന ഗ്രഹം നീചായാൽ ജലത്തിൽ പതിച്ചു ആവാന്ന ശാസ്ത്രം പറയുക. അതിന്റെ സാധ്യത തള്ളിക്കളയുന്നില്ലല്ലോ. ഇനി ആത്മാവിന് മോക്ഷപ്രാപ്തി കൊടുക്കുക. പ്രതിമയിലേക്ക് ആവാഹിച്ച് തിലഹോമം നടത്തി ഗതി കൊടുക്കുക. ബലികർമ്മങ്ങളും ആവാം. അമ്മയും മൂത്ത സഹോദരനും ജീവിച്ചിരിക്കുമ്പോ ശേഷക്രിയ കുട്ടി ചെയ്താലും മതി. ഹര ഹരോ ഹര, ഹര ഹരോ ഹര. എവിടെ ആയിരുന്നു? ഇവിടെ അടുത്തുണ്ടായിരുന്നു. ആരായിരുന്നു? ഒരു പരിചയക്കാരൻ. എന്തിനാ ഓടിയത്? ഹിറ്റ്ലറോട് പറയല്ലേ, അയാൾ അറിഞ്ഞ തല കാണില്ല. ഒന്നും ഇല്ലാത്ത തല എന്തിനാടോ? അതങ്ങ് പോട്ടെ. ഹലോ, പുണ്യാള സ്മോക്കിംഗ്. ഏത് റോഡ്? റെയിൽവേ സ്റ്റേഷനാ? ഓക്കെ, ഗറ്റാലിന് അങ്ങോട്ട് നീങ്ങുന്നു. ഗാഡി സ്പീഡ്. കണ്ണടാ, ഇനി നമുക്ക് ഒരുമിച്ച് കണ്ടാം. എടുത്തോടാ. കൊണ്ടുവന്ന് എന്തിനാണെന്ന് അറിയണോ? അല്ലടാ, നിനക്ക് മനസ്സിലായോ ഞാൻ ആരാണെന്ന്? എന്താ സാറേ ഇത്? ആദ്യമായിട്ട് വന്ന അതിഥിയല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ? നീ വന്നേ സുഹൃത്തെ. അദ്ദേഹം കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. ഞാനൊരു രഹസ്യം പറയാം.
ഈ പാപത്താന്റെ ജീവിതം തകർത്തിട്ട് നീ സുഖിച്ചു വാഴുകാരനല്ലേ? ഇയാള് ജീവിക്കുന്ന എടോ സുഖവും നീ കണ്ടില്ലേ? ഇയാളുടെ ജീവിതത്തിനും തൊഴിലിനും പരിഹാരം കാണാതെ നീ ഇവിടുന്ന് ജീവനോടെ പോകത്തിലാണ്. എന്താ ചായ ഇത്? ഒരു പാവത്തിന്റെ കൈ കിട്ടിപ്പോയി എല്ലാരും ചേർന്ന് തല്ലിക്കൊല്ലുക. അങ്ങോട്ടൊന്ന് കാണിക്കും മോനെ, ഒന്ന് കാണിക്ക്. ആ കണ്ണടക്കരുത് കേട്ടാ. അമ്മായി നല്ല കാന്താരി മുളകും ഉപ്പും കൂട്ടി അരച്ചതാ. മോന്റെ കണ്ണി പെരട്ടെ, മോന്റെ കണ്ണി പെരട്ടെ. എല്ലാരും കൂടി എന്താ എന്താ ഇവിടെ? സുഗതനെ നശിപ്പിക്കാൻ ഈ മഹാഭാവി ഗൂഢോത്രം ചെയ്ത് കുഴിച്ചിട്ടു. കുട്ടികൾ മണ്ണുവാരി കളിച്ചപ്പോ കുഴിച്ചിട്ട ചെമ്പോടെ കിട്ടി. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ. തേങ്ങയിൽ തൊട്ട് പ്രാർത്ഥിച്ചോളൂ. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ നായിന്റെ മോന്റെ തലമുണ്ട പിളർന്ന് ചാവണേ. പൂജാകർമ്മ വേളയിൽ അസഭ്യം പുലമ്പരുത്. എന്നാ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണേ. എന്താ വല്യേട്ട ഇത്? വല്യേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? അവനിനി മിണ്ടൂല. അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്തെറിഞ്ഞുടയ്ക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും. തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ അവൻ പറഞ്ഞാരെ. കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കോണ സ്വാമി പറയുന്നത്. പറ സ്വാമി, പറ പറ സ്വാമി പറഞ്ഞോ. പ്രജ്ഞസ്വച്ഛമന പരാക്രമ ഗുണാൻ വൈരിക്ഷയ പ്രത്യർത്ഥി. കേട്ടോ, ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കൊരച്ചു ചാവുമെന്ന്. ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്തെന്ന്. സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. എടാ, ചേർക്കോണം സ്വാമിയോട് വാശി വേണ്ട. നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക്. വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാ? നിങ്ങൾ അങ്ങ് സമ്മതിച്ചേക്ക്. നീ സമ്മതിക്കണ്ടടാ. സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. ഭഗവാനെ, സൂര്യാദിഗ്രഹങ്ങൾ വീരത്തിലും രാഹുകേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതെ, അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ, എന്നെ കുളം തോട്ടാൻ. പക്ഷെ നടക്കില്ല. അതിനു മുമ്പേ പൂച്ചു പുറത്തായി. വേദമന്ത്രധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ. ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ. തേങ്ങ ഉടക്കി സ്വാമി. സത്യം തുറന്നു പറയൂ. ആരാണ് ഈ കുടം കുടിച്ചിട്ടത്? തേങ്ങ ഇറങ്ങി സ്വാമി. അനാഥമാക്കല്ലേ സ്വാമി. അരുത്. ഭാവിക്ക് പശ്ചാത്തപിക്കാൻ ഒരു ചെറുപഴുതുകൂടി. അന്തസ്സായി തെറ്റു തുറന്നു പറയൂ. നാം വെറുതെ വിടാം. വെറുതെ വിടാൻ പറ്റില്ല. മന്ത്രവാദി ചതിക്കല്ലേ. ഈ തേങ്ങയും തലയും അണ്ടകടാഹങ്ങളും ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചു തുറന്നു മുമ്പ് ഉണ്മ തുറന്നു പറഞ്ഞോളൂ. ഇനിയും ക്ഷമിക്കാനാവില്ല. പൊട്ടിക്കണോ? എങ്കിൽ അനുഭവിച്ചു. ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പം പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചത് പൊട്ടുന്നു. തനിക്ക് പൊട്ടിക്കാമെങ്കിൽ ഞാൻ പൊട്ടിക്കാവിടോ. അയ്യോ, എല്ലാവരും ഒന്ന് നോക്കിയേ. എനിക്കിപ്പോ തലയുണ്ടോന്ന്. ആരുടെ തലയാണോ പൊട്ടിത്തെറിച്ച? തന്റെ അപ്പൂപ്പന്റെയോ? താനെന്തിനാണോ എന്റെ തേങ്ങ മേടിച്ചുടച്ചത്? ബ്ലഡി ഫൂൾ. തേങ്ങ ആരോടച്ചാലാത്താടാ? എന്നാ തനിക്കോടെ തേങ്ങ മേടിച്ച് മുടച്ച പോരായിരുന്നോ? എന്നെ എന്താണ് വിളിച്ചത്? നിർത്ത്. നിങ്ങൾ തമ്മിൽ തലതല്ലി പൊളിക്കണ്ട.
ഞാനൊരു സത്യം പറയട്ടെടാ പട്ടി. ആരാണ് ഇവിടെ കുഴിച്ചിട്ടതെന്ന് അറിയോ? ഞാൻ പറയാം. കേക്കണോ? കേക്കണോ കാർന്നോരെ? കേക്കണോടാ? ഞാൻ പറയാം, ഞാൻ തുറന്നു പറയാം. ഞാനാ ഇതിവിടെ കുഴിച്ചിട്ടത്. ഓടോ. ഇത് മാത്രല്ല, ഇതുപോലുള്ള മാരക മന്ത്ര തകിടുകൾ ഈ വീടിന്റെ പല ഭാഗത്തും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ എത്ര വലിയ മന്ത്രവാദി വന്നാലും ഒന്നും നടക്കില്ല. 5 പ്രാവശ്യം നീയോ നിന്റെ കുടുംബമോ അതിനെ മറികടന്നാൽ ദേഹമാസകലം പുണ്ണ് പിടിച്ച് പഴുത്ത് പുഴുത്ത് ദ്രവിച്ചിട്ടാവും. കൂടോത്രം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പിലിട പുല്ലേ. അയ്യോ ചേട്ടാ, ചേട്ടാ അവിടെ നിൽക്കാൻ ഇതെങ്ങോട്ടായി കിടന്ന് പായുന്നത്? വീട്ടിൽ ആരുമില്ല കുഞ്ഞെ. അതുകൊണ്ട് കിടന്നോടൂ. സത്യം പറയണം, തേങ്ങ അടിച്ചപ്പോ നിങ്ങൾ എന്തിനാ കിടന്ന് നിലവിളിച്ച്? അയ്യോ അത് പിന്നെ ആ, പേടിച്ചിട്ട്. ഞങ്ങൾ ആരും പേടിച്ചില്ലല്ലോ. എനിക്ക് വയസ്സായില്ലേ. ദേ, വയസ്സായെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കയറ്റി ഇടിച്ച ഷേപ്പ് ഞാൻ മാറ്റിക്കും. അയ്യോ നിങ്ങളല്ലേ അത് അവിടെ കുഴിച്ചിട്ട്? അല്ലേ അല്ല അല്ലേ അല്ല അല്ലേ? അതെ. എന്തിനാ, ആര് പറഞ്ഞിട്ടാ? കുഞ്ഞിന് വേണ്ടിയാ. കുഞ്ഞ് പറഞ്ഞിട്ടാ ഞാനിതൊക്കെ ചെയ്തത്. ഇനി ഒരിക്കലും ഞാൻ കുഴിച്ചിടത്തില്ല. മോളെ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തുടങ്ങിയാൽ സുഗതനോട് ഒന്ന് പറ, ഇച്ചിരി ക്ഷമിക്കും. പിന്നെ ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാ കാണാൻ നല്ല രസമായില്ലേ? ഈ നീചന്മാരുടെയും കൂടോത്രക്കാരുടെയും കൂടെയുള്ള പൊറുതി എനിക്ക് മതിയായി. സർക്കാർ എനിക്ക് ക്വാർട്ടേഴ്സ് തന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അവനത് വെറുതെ പറഞ്ഞതല്ല. കേട്ടല്ലോ. ഇനി എന്തെങ്കിലും മൊഴിയാനുണ്ടോ? അപ്പൊ ഞങ്ങൾ 3 ആളും ഐശ്വര്യമായിട്ട് ഇറങ്ങാണ്. നിങ്ങൾ 2 ആളും എന്റെ പുറകെ സൂക്ഷിച്ച് നടക്കണം. വാ വാ. നിക്ക് നേരെ വഴി പോണ്ട, ഇതിലേ പോ. ആ പരമദ്രോഹി ഇവിടൊക്കെ കുഴിച്ചിട്ടിരിക്കാവും. ഓനെ നീ മറികടക്കല്ലേ, പഴുത്തു പോവും. അവന്റെ മുമ്മയുടെ കൂടോത്രം. ദൈവമേ. എടോ കുറുപ്പേ, എന്നെങ്കിലും ഏതെങ്കിലും കേസിൽപ്പെട്ട് നിന്നെ എന്റെ കസ്റ്റഡി കിട്ടും. അത് ഉറപ്പാ. അന്ന് നിന്റെ കർസേയായിരിക്കും കേട്ടോടാ.